എൻ്റെ കുട്ടി, നീ ഇതൊക്കെ അവിടെ വെച്ചേക്കും, ഞാൻ ചെയ്തോളാം, ആയമ്മ അവളോട് പറഞ്ഞു. ഉവ്വ്, ഈ വയ്യാത്ത കാലം കൊണ്ട് ഇതൊക്കെ ചെയ്യണത് മഹിയേട്ടനെങ്ങാനും കണ്ട എന്നോടല്ലേ ചോദിക്കണേ. നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ അമ്മയെ കൊണ്ട് ചെയ്യിക്കണേന്ന്? ദേവു അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ പാത്രങ്ങൾ കഴുകി അടുക്കി വെച്ചു. അല്ലേലും നിന്നോട് എന്ത് ബാധിച്ചാ ഞാൻ ജയിക്കുക? ആയമ്മ മുറിയിലേക്ക് പോയി. ദേവു വേഗം തന്നെ എല്ലാ ജോലികളും തീർത്ത് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അമ്മായി, ഞാൻ ഇറങ്ങാണേ, അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. സൈക്കിൾ എടുത്തു പോയി. അവൾ പോകുന്നത് കണ്ടതും ദിവാകരൻ മുറ്റത്തേക്ക് മുറുക്കി തുപ്പി. അയാളുടെ മനസ്സിലേക്ക് പല കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ദേവയാനി എന്ന ദേവു. കൂടെ നിന്നത് അവളുടെ അമ്മായി രാധാമണി. രാധാമണിയുടെ സഹോദരൻ രഘുവിൻ്റെയും മാധവിയുടെയും ഒരേ ഒരു മകളാണ് ദേവു. ദേവുവിന് 14 വയസ്സുള്ളപ്പോഴാണ് രഘു മരണപ്പെടുന്നത്. രാധാമണിയുടെ ഭർത്താവ് ദിവാകരൻ ഒരു പഴയ തറവാട്ടുകാരനായിരുന്നു. അവർക്കൊരു മകൻ മഹേഷ് എന്ന മഹി. പല പല ബിസിനസ്സുകൾ മാറി മാറി ചെയ്തു. കടക്കണിയിലകപ്പെട്ട ദിവാകരനെ സ്വന്തം വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി രക്ഷിച്ചത് രഘുവായിരുന്നു. പക്ഷേ അതിൻ്റെ യാതൊരു നന്ദിയും ദിവാകരൻ തിരിച്ചു കാണിച്ചിരുന്നില്ല. പല ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് രഘു സ്വന്തം വീട് തിരികെ പിടിച്ചത്. പക്ഷെ അധികം വൈകാതെ അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. അതിനുശേഷം മകളെയും കൊണ്ട് മാധവി ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോഴും ദിവാകരൻ്റെ മനോഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഒറ്റയ്ക്കുള്ള കഷ്ടപ്പാട് കണ്ടിട്ടാണ് 10ാം ക്ലാസ്സിൽ വെച്ച് അവൾ പഠനം നിർത്തിയത്. പശുവും കോഴിയും ഒക്കെയായി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ചെറുപ്പം മുതൽ കാണുന്ന മഹിയോട് ദേവുവിന് പ്രണയമായിരുന്നു. അവനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പാവം പെണ്ണ്. അമ്മായിയെ സഹായിക്കാൻ മനയിലേക്ക് പോകും അവൾ. രാധാമണിക്ക് അവളോട് സ്നേഹവും അനുകമ്പയുമായിരുന്നുവെങ്കിൽ ദിവാകരന് ശമ്പളം കൊടുക്കേണ്ടാത്ത ഒരു വേലക്കാരി മാത്രമായിരുന്നു അവൾ. ഓ, വരണുണ്ട്. എന്തേ ഇന്നിത്ര നേരത്തെ അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ലേ? മാധവിയുടെ പരിഹാസം പതിവായതിനാൽ അവളത് കാര്യമാക്കാതെ അകത്തേക്ക് കയറിപ്പോയി. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ദേവു, ഇങ്ങനെ അടുക്കളക്കാരിയെ പോലെ മനയിലെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് എന്ന്. നാട്ടുകാരൊക്കെ ഓരോന്ന് കൊള്ളിച്ച് ചോദിച്ചു തുടങ്ങി. മാധവി അവളുടെ പിന്നാലെ പോയി. എന്നാ അമ്മയ്ക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ വയ്യായിരുന്നോ? എന്ത്? എൻ്റെ മകള് കല്യാണം കഴിച്ച് കയറി ചെല്ലേണ്ട വീടാണത്. അവൾ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആർക്കാണിത്ര മനോവിഷമോ എന്ന് ദേവു കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു. നീ അവിടുത്തെ മരുമകളായി കയറി ചെല്ലുമെന്ന് എന്താ നിനക്കിത്ര ഉറപ്പ്? അമ്മേ, മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മഹിയേട്ടനെ പറ്റി മാത്രം ഒന്നും പറയരുത്. അമ്മയ്ക്ക് അറിയുന്നതല്ലേ മഹിയേട്ടൻ എന്നെയും എനിക്ക് മഹിയേട്ടനെയും പരസ്പരം ഇഷ്ടമാണെന്ന്. അപ്പോഴേക്കും ദേവുവിൻ്റെ ശബ്ദം ഇടറി. മോളെ, ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുപോലും നിനക്ക് സഹിക്കാൻ വയ്യ. അപ്പം പിന്നെ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മഹി അവൻ്റെ അച്ഛൻ്റെ തനി പകർപ്പാണ്, രൂപത്തിലും സ്വഭാവത്തിലും. സ്വന്തം കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനോടും ഒരു കരുണയും സ്നേഹവും ഇല്ലാത്ത ഒരുവൻ. നീ നിന്റെ അച്ഛൻ്റെയും മറ്റുള്ളവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു നിന്റെ അച്ഛൻ. അതുപോലെയാണ് നീ. ആ ഒരു പേടി കൊണ്ട് തന്നെയാ അവിടുന്ന് കഴിവതും മാറാൻ ഞാൻ പറയുന്നത്. മാധവി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞത് ഈറനണിഞ്ഞ കണ്ണുകളോടെ അകത്തേക്ക് പോയി. അമ്മയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങി വേദന തോന്നിയെങ്കിലും മഹിയുടെ മുഖം ഓർത്തതും അവളുടെ ഉള്ളിൽ മഞ്ഞു പെയ്യുന്ന സുഖം തോന്നി. അങ്ങനെ നാളുകൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. ദേവു മനയും വീടും അവളുടെ ജോലിയും ഒക്കെയായി ഓടി നടന്നുകൊണ്ടിരുന്നു. മാധവിയുടെ ശകാരവും പതിവ് പോലെ നടന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോൽ പാൽ സൊസൈറ്റിയിൽ പാല് കൊടുത്ത് തിരിച്ചു വരികയായിരുന്നു ദേവു. അല്ല ദേവു, മനയിലെ മഹേഷ് വന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ? പോകുന്ന വഴിയിൽ ഒരു പരിചയക്കാരൻ അവളോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. മഹിയേട്ടൻ വന്നെന്നോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഹാ, ഞാൻ ദേ ദിവാകരൻ ചേട്ടൻ പറഞ്ഞിട്ട് മഹേഷിന് വേണ്ടി കുറച്ച് പോത്തിറച്ചി കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴാണ് കണ്ടത്, അയാൾ പറഞ്ഞു. ആണോ? എന്നാ വെളുപ്പിനുള്ള വണ്ടിയിൽ വന്നതാകും. ഞാൻ വേഗം പോട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് വേഗം സൈക്കിൾ ചവിട്ടി മനയിലേക്ക് പോയി. അമ്മായി, അമ്മായി, അവൾ വിളിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് ഓടി. അവളുടെ ശബ്ദം കേട്ടതും രാധാമണി സാരിത്തുമ്പിൽ കണ്ണുകൾ അമർത്തി തുടച്ചു. അമ്മായി, മഹിയേട്ടൻ വന്നോ? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. അവരുടെ മൂളലിന് ശക്തിയില്ലായിരുന്നു. മോൻ വന്നിട്ടും അമ്മായിക്കെന്താ ഒരു സന്തോഷമില്ലാതെ? അവൾ ചോദിച്ചത് കേട്ട് അവർ അവളെ ഒന്ന് നോക്കി. അവളുടെ നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് നോക്കുന്തോറും അവരുടെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. ഞാൻ മഹിയേട്ടനൊന്ന് കണ്ടിട്ട് വരാം. രാധാമണി അവളെ വിളിക്കാൻ തുടങ്ങും മുമ്പ് അവൾ മുകളിലെ നിലയിലേക്ക് ഓടിക്കയറിയിരുന്നു. മഹിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് കതക് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ അവൾ കണ്ട കാഴ്ചയിൽ ഭൂമി തലകീഴായി മറിയും പോലെ തോന്നി അവൾക്ക്.
അവിടെ ദേവു പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന മഹി മറ്റൊരു പെണ്ണിന്റെ നഗ്നമായ ഉടലിലേക്ക് പടർന്നു കയറുന്ന രംഗമായിരുന്നു. വാതിൽ തുറന്ന ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിമാറി. എന്താടി ഇത്? ഒരാളുടെ മുറിയിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ? മഹിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് പുതപ്പിനാൽ ദേഹം മറച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഞെട്ടലോടെ ദേവു അവളെയും മഹിയെയും നോക്കി. അവൻ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ട് ദേവുവിന് ശരീരം തളരും പോലെ തോന്നി. ഇത്രയും പറഞ്ഞിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, ഇറങ്ങിപ്പോടി. മഹിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ദേവുവിനെ വലിച്ച് റൂമിൽ നിന്നും പുറത്താക്കി. ആരാ മഹേഷ് ഇത്? നമ്മുടെ മൊമെന്റ്സ് സ്പോയിൽ ചെയ്യാൻ. ആ പെണ്ണ് മഹിയുടെ അടുത്തേക്ക് വന്നു. അത് ദേവയാനി, അമ്മാവൻ്റെ മോളാ. ഈ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വരുന്നതാ. ഹോ, വേലക്കാരിക്കൊക്കെ ബെഡ്റൂമിൽ കയറി വരാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ? അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അത് വിടുന്ന്, നീ വന്നേ. അവൻ അവളുടെ പുതപ്പ് വലിച്ചു മാറ്റി അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. സർവവും തകർന്ന് തരിപ്പണമായി വരുന്ന ദേവുവിനെ ദിവാകരൻ പുച്ഛത്തോടെ നോക്കി. രാധാമണി സങ്കടത്തോടെയും. എന്തേ കയറി പോയിട്ട്? ദിവാകരൻ പരിഹാസത്തോടെ ചോദിച്ചു. ദേവു ചുവന്നു കലങ്ങിയ കണ്ണോടെ അയാളെയും രാധാമണിയെയും നോക്കി. രാധാമണി സങ്കടത്തോടെ മുഖം കുനിച്ചു. നീ എന്താ വിചാരിച്ചേ? അഷ്ടിക്ക് വകയില്ലാത്ത നീ എൻ്റെ മോനെയും കെട്ടി അകത്തമ്മയായി ജീവിക്കാമെന്നോ? എന്നാ നീ കേട്ടോ, അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ അവൻ്റെ കൂടെ ആ മുറിയിലുള്ളത്, വിനീത. അല്ലേലും എന്ത് കണ്ടിട്ടാണ് നിന്നെ എൻ്റെ മോന് വേണ്ടി ആലോചിക്കേണ്ടത്? പണവും പഠിത്തവും വിവരവും ഇല്ലാത്ത ദാരിദ്ര്യവാസി. വിനീത മോൾ എല്ലാം കൊണ്ടും അവന് യോജിച്ചവളാണ്. ദിവാകരൻ ഒരു മനുഷ്യപ്പറ്റില്ലാതെ സംസാരിച്ചു. അയാളുടെ ഓരോ വാക്കും അവളുടെ നെഞ്ചിലേക്ക് കൂരമ്പ് പോലെ തുളഞ്ഞു കയറി. അമ്മായി, മഹിയേട്ടൻ, ഞാൻ. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കുമോളെ, ഞാനൊന്നും അറിഞ്ഞതല്ല. എൻ്റെ മോനെ ശപിക്കരുത് നീ. അത് മാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അവർ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവർ പോയത് നോക്കി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്ന ദേവുവിന് മുന്നിൽ ദിവാകരൻ കയറി നിന്നു. ഇത് നീ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തതിൻ്റെ കൂലി. ഒന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ മഹിക്കാണ് നിർബന്ധം. ഇത് നിനക്ക് തരാൻ പറഞ്ഞത്. അയാൾ കുറച്ച് പണം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ വേദന നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. ആ കാശ് നിലത്തിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കയറി വരുന്ന ദേവുവിനെ കണ്ട് മാധവി വെപ്രാളപ്പെട്ടു. എന്താ മോളെ, എന്തുപറ്റി? അമ്മ ചോദിച്ചതും അവൾ അമ്മയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെല്ലാം പറഞ്ഞു. അവൾ സങ്കടം മുഴുവൻ പറഞ്ഞു തീരും അവളെ തടയാതെ കരയാൻ അനുവദിച്ചു അവർ. ഈ ഒരു ദിവസം എൻ്റെ മോക്ക് തരുക ഈ അമ്മ. ഇന്ന് കഴിഞ്ഞ് നാളെ പുലരുമ്പോൾ നീ എൻ്റെ മോള് മാത്രമായിരിക്കണം. എല്ലാം നീ മറന്നിരിക്കണം. ഇത്ര നാളും ഞാൻ പറയുന്നതിനൊക്കെയും നിനക്ക് മറുപടി ഉണ്ടായിരുന്നു. ഇനി അമ്മ പറയുന്നത് എൻ്റെ മോള് കേൾക്കണം. അതും പറഞ്ഞ് അവർ അവളെ തനിച്ചാക്കി അകത്തേക്ക് പോയി. ദേവു കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. 2 വർഷത്തിനു ശേഷം. അല്ല ദേവു, ഇതെവിടെ പോയി വരുവാണ് രണ്ടാളും കൂടി? വഴിയരികിലെ ചായക്കടയിൽ ഇരുന്നു കൊണ്ട് അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു. ഈ രണ്ടാളും എന്ന് ഉദ്ദേശിച്ചത് ദേവുവിൻ്റെ പ്രിയതമൻ ഹരികൃഷ്ണനെയാണ്. അന്നത്തെ സംഭവത്തിനു ശേഷം അമ്മ കണ്ടെത്തുന്നയാളെ അവൾ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. ഹരിയെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അവൾക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. അത് കൊടുക്കാൻ ഹരിയും. ഇന്ന് ഇരുവരും ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ സ്നേഹത്തിനെ അർത്ഥമുള്ളതാക്കി തീർക്കാൻ ഒരു കുഞ്ഞതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ആശുപത്രിയിൽ പോയി വരുവാണ്. ഹരിയാണ് മറുപടി പറഞ്ഞത്. നീ അറിഞ്ഞോ ദേവു, മനയും പരിസരവും വിറ്റുവെന്ന്? എന്തൊക്കെയായിരുന്നു? പുതിയ മരുമകൾ വരുന്നു, അമ്മായി അച്ഛനും അമ്മായി അമ്മയും പരിപാലിക്കുന്നു, എന്തൊക്കെയായിരുന്നു ബഹളം. ഇപ്പോൾ എന്തായി? അവന് കൊച്ചുങ്ങളുണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ഉപേക്ഷിച്ച് അതും പോരാഞ്ഞ് നഷ്ടപരിഹാരമായി ലക്ഷങ്ങളും. അതിനാത്രേ മനവിറ്റത്. അയാൾ പറഞ്ഞു. പക്ഷെ അതൊന്നും അവളെ ബാധിച്ചതേയില്ല. എന്നാ ഞങ്ങൾ പോട്ടെ. ഹരി അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ഹരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നടന്നു. അവരിരുവരും സ്നേഹത്തോടെ പോകുന്നത് തൻ്റെ കാറിലിരുന്നുകൊണ്ട് മഹി കണ്ടു. അവൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ പൊഴിഞ്ഞു. നഷ്ടബോധത്തിൻ്റെ, വേദനയുടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.